ലാൽ സലാം തുടക്കം 16-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 16 ദിനങ്ങളിലെ കളക്ഷനുമായി വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ചെയ്യുന്നു. ഇന്ന് 16-ാം ദിനം 235ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിനിമയ്ക്ക് 15 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഏകദേശം 20-25 ലക്ഷം രൂപയോളം ഗ്രോസായി സിനിമയ്ക്ക് നേടാൻ ഇന്നും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ 15 ലക്ഷം രൂപയായിരുന്നു വന്നെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കളക്ഷനായിരിക്കും ഇന്ന് സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമുക്കറിയാം 14, 15, 16 ദിവസങ്ങളിൽ സിനിമയ്ക്ക് 50 ലക്ഷത്തിന് താഴെയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 24 കോടിയിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ വലിയ ഒരു കളക്ഷനിലേക്ക് എത്തുകയാണ്. 50 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അതിന് ഉറപ്പ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ നിവിൻ പോളി ചിത്രം ബെത്ലഹേം അമ്മാതിരി കൊടുമ്പിരി കൊണ്ട് ഓടുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഓണക്കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളത് ഉറപ്പായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഷോ കൗണ്ടുകൾ കുറയുന്നു എന്നുള്ള ഒരു കാര്യം എടുത്ത് പറയണം. എന്നിരുന്നാലും ഇന്നലത്തേന് സമാനമായ രീതിയിൽ അതിന് മുകളിലേക്കുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 10,000-നടുത്തുള്ള ആളുകൾ ഇന്നും ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്നാണ്. ഒരു കുഞ്ഞൻ സിനിമയുടെ വമ്പൻ വിജയമാണ്. 45 കോടിയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ട്രാക്കിംഗ് മുഖാന്തരം വരുന്നതാണ്. ഒരുപക്ഷെ 43 തൊട്ട് 47 കോടിക്കിടയിലാകാം ഇനിയും ഒഫീഷ്യലായിട്ടുള്ള ഒരു കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 50 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എന്നിരുന്നാലും ഇത് 50 കോടി സിനിമ ആയിട്ടാരും അല്ലെങ്കിൽ കണ്ടിരുന്നില്ല. നമുക്കൊരു നല്ല സിനിമ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ആളിക്കത്തിച്ച് മലയാള സിനിമയിലെ പുതിയ ചരിത്രം തീർക്കുന്ന വിസ്മയയുടെ പ്രകടനവുമായി 40 കോടിക്ക് മുകളിൽ കയറിയപ്പോൾ തന്നെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വേറൊരു തലത്തിലേക്കെത്തി.